ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ദുബായിലേക്ക് ഒരു അരമണിക്കൂർ, ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ അരമണിക്കൂറുള്ളൂ, അല്ലെങ്കിൽ ഇത്തിരി സമയമൊക്കെ എടുക്കും. അപ്പോൾ ദുബായി പോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ദുബായിൽ പള്ളിയിൽ പോകാനാണ് വിചാരിക്കുന്നത്. ദുബായ് പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ പാർക്കിൽ പോകണമെന്നൊക്കെ ഉണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദുബായ് പള്ളിയിലേക്കാണ് ആദ്യം പോണത്. അപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ഉറങ്ങാത്തതിൻ്റെയൊക്കെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഒരു മയങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉറങ്ങുമോ നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഉറങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്ലൈ കിസ് കൊടുക്കാനൊക്കെ പറയുമ്പോൾ കൊടുക്കണില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതേ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാർക്കിങ്ങൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, പാർക്കിംഗ് സോണൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ദേ ഇറങ്ങി പള്ളിയുടെ ബാക്ക് സൈഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ കൂടെയാണ് ഞങ്ങൾ കയറണത്. ഇവന്മാർ പള്ളിയിലേക്ക് പോകാൻ ഒക്കെ ഇഷ്ടമാണ്. പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇറങ്ങണം, അത്രേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് പോകാനൊക്കെ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി പിന്നെ ഇറങ്ങി. പള്ളിയുടെ ഉള്ളിലത്തെ ഞാൻ ഒന്നും എടുത്തൊന്നുമില്ല വീഡിയോ. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒന്ന് ശ്രമിച്ചതാണ്. പക്ഷേ നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓടിപ്പോയി നിൽക്കണതാണ് കേട്ടോ അവൻ. അപ്പോൾ അവൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ മറ്റോൻ നിൽക്കണില്ല. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാൻ തോന്നാം. അപ്പം നമുക്ക് ചായ കുടിക്കാൻ ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ GCR കണ്ടത്. അപ്പോൾ GCR തന്നെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ GCR കയറിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ GCRൽ കയറിയിട്ടില്ല. അപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ഞങ്ങൾ മെനു തപ്പാണ്. മെനുവിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് ഉണ്ടോ എന്നൊക്കെയാണ് നോക്കണത്. വെറൈറ്റീസ് നോക്കി നമ്മൾ അവസാനം നമ്മൾ സാധാരണ ഓർഡർ ചെയ്യണ സംഭവത്തിലേക്ക് തന്നെ എത്തും. അത് വേറെ കാര്യം. എന്നാലും നമ്മൾ മെനു നോക്കുക, അത് നിർബന്ധമാണല്ലോ. അങ്ങനെ പോരാത്തതിന് നമ്മുടെ കുട്ടൂസും മെനു ഭയങ്കര തകൃതിയായിട്ട് നോക്കണുണ്ട് കേട്ടോ, എന്താ വേണ്ടതെന്നൊക്കെ. എന്നിട്ട് ബിരിയാണി, ചപ്പാത്തി ഒക്കെയാണ് മെനു നോക്കിയിട്ട് സാധാരണ പറയാറ്. അങ്ങനെ ഞങ്ങൾ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓർഡർ ചെയ്ത പൂസ് നമ്മൾ കുട്ടൂസ് എന്നിട്ട് ഓർഡർ ചെയ്ത് നമ്മൾ എന്നിട്ടാ പൊറോട്ടയും ബീഫും മാമ വേണ്ട. ജീപ്പ് കുട്ടൂസിന് ഇതിൽ കണ്ടിട്ട് ഏതാ വേണ്ട എൻ്റെ പൊന്നൂന് എന്തുട്ടാ നോക്കിയിട്ട് മനസ്സിലായ? ക്യാരറ്റ് വേണ്ട? എന്തുട്ടാ കഴിക്കണേ? സബോള? ഓ, ക്യാരറ്റ് തിന്നാന്ന്. അപ്പോസ് പൊന്ന് എന്നിട്ട് ഓർഡർ ചെയ്ത പുട്ട് വരും. അപ്പൂൻ്റെ പുട്ട് വരും. പുട്ടല്ലേ അപ്പൂന് പുട്ട ഇഷ്ടം? കുട്ടൂന് പുട്ട് ഇഷ്ടമില്ല. പിന്നെ കുട്ടൂന് എന്തിട്ട് ഇഷ്ടം? നമ്മൾ എന്നിട്ട് പറഞ്ഞു നോക്കണേ. പൊറോട്ടയും അവിടെ വെച്ചോ. അത് മൊത്തം കൊടുത്തോ? അപ്പോസിന്റെ ഫേവറേറ്റ് പൊട്ട്.
ഇത് പൊറോട്ടയാ, അമ്മ തരാം. പൊറോട്ട വേണം പൊന്നുവിന്. അങ്ങനെ നമ്മൾ മൺകൂൾ പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ മുന്നേ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന അവിടെ അടുത്തായിരുന്നു ഈ പാർക്ക്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എവിടേക്ക് പോകണ്ടേ? ഊഞ്ഞാലിൻ്റെ സെക്ഷനിലേക്ക് പോകണോ? കുട്ടു എങ്ങടെ പോണ്ടേ? ഊഴുകണോടത്തേക്ക് പോവാ. ഓക്കെ. ആ ഊഴുകാല്ലേ? ആ വേറെ സ്ഥലത്ത് അപ്പുറത്ത് ഇത് വേറെ വലിയ ഒഴുകണ സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് കാൽമത്തെ ചെരുപ്പൊക്കെ ഊരി കഴിഞ്ഞിട്ട് നമ്മൾ പൂച്ചേനൊക്കെ കാണാൻ പോയി. അങ്ങ് അറ്റത്ത് പൂച്ചയിട്ടെന്ന് പറഞ്ഞിട്ട് ഓടുണ്ട്. അപ്പൂസും കുട്ടൂസും ഓടിപ്പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ 2 പേരും കൂടിയിട്ട് പൂച്ചേനെ കാണാൻ പോവാണ്. 2 പേരല്ല, ഞങ്ങളും കൂടെ പോയി. അങ്ങനെ പൂച്ചേനെ എവിടെ കാണണോ അപ്പോൾ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പാർക്ക് മൊത്തം ചുറ്റി. ശരിക്കും ഫുള്ള് ഇവിടെ പൂച്ചയായിരുന്നു കേട്ടോ, മൊത്തം പൂച്ചയാണ്. ശരിക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടെ നടക്കുന്ന സ്ഥലത്ത് കാണാൻ പറ്റും കുറേ പൂച്ചകളെ. അപ്പോൾ കുറേ പൂച്ചകളെ കാണാമെന്നുള്ള, ശരിക്കും പുറത്തേക്ക് പോകുമ്പോൾ ഇവർ പാർക്കിൽ പോകണമെന്ന് എന്തിനാണെന്ന് വെച്ചാൽ പൂച്ചകളെ കാണാനാണ്. പാർക്കിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും പൂച്ചകളുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് പൂച്ചകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക, വെള്ളം വെച്ച് കൊടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പാർക്കിലൊക്കെ കൂടുതലും ഈ കുറേ പൂച്ചകളെ കാണാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ ഇവർ പൂച്ചകളെ നോക്കി ഇതേ അവിടെ ഉണ്ടിടാ എന്ന് പറഞ്ഞിട്ട് ഓടാണ് കേട്ടോ. അപ്പൂസിനാണ് ഭയങ്കര ഇഷ്ടം പൂച്ചയുടെ സത്യത്തിൽ. അപ്പോൾ അവിടെ ഓടിപ്പോയി. കണ്ടുപിടിച്ച് നമ്മൾ പൂച്ചേനെ കണ്ടുപിടിച്ചതേ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടപ്പോൾ അതേ ഓടിയതാണ് കേട്ടോ കുട്ടി. ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ. കണ്ടില്ല അത് ഞാൻ. ഓശോ, അങ്ങനെ നെഞ്ചും നല്ലൊരു വീഴ്ച വീണു. പക്ഷെ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ തന്നെ ഓക്കെ ആയി.
അത് കഴിഞ്ഞ് നമ്മൾ പൂച്ച അവിടേക്ക് ഇവർ ഓടി വരണ കണ്ടപ്പോൾ പൂച്ച പേടിച്ചിട്ട് ഓടി. അങ്ങനെ വേറെ പൂച്ചേനെ നോക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. എല്ലായിടത്തും മിക്കയിടത്തും ഉണ്ടാവും പൂച്ച. അപ്പോൾ അടുത്ത പൂച്ചകളെ നോക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം നമ്മൾ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോവാട്ടോ. അങ്ങനെ പുറത്തേക്കൊന്നുമല്ല, ഇത് ശരിക്കും പാർക്കിൻ്റെ ബൗണ്ടറി തന്നെയാണ്. അപ്പോൾ അവിടെ കിടക്കണു പൂച്ച. അങ്ങനെ അവിടെയുണ്ട് അപ്പുറത്തുണ്ട്. അപ്പോൾ 2 പൂച്ചനെ ഒരുമിച്ച് കണ്ടു. അപ്പോൾ ഇവിടേക്ക് നോക്കുക, പിന്നെ അവിടെ പോയി നോക്കുക, ഇവിടെ പോയി നോക്കുക, അവിടെ പോയി നോക്കുക, അങ്ങനെ നിൽക്കായിരുന്നു. പൂച്ചനെ കണ്ട പിന്നെ വരില്ല. അപ്പോൾ നമുക്ക് പോവാൻ കൊട്ടു അപ്പോൾ എന്ന് പറഞ്ഞപ്പോഴും വരുന്നില്ല. കുട്ടികളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ഇഷ്ടമാണ് കളിപ്പിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂണിയൻ കോപ്പിലേക്ക് കയറി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.